ഹലോ ഗായ്സ്, നമ്മളപ്പോൾ വിഷുവിന് തലേദിവസത്തെ വീഡിയോ ആണ്. നമ്മൾ കുറച്ച് കമ്പിത്തിരിയും മൂളിയൊക്കെ കത്തിക്കാൻ പോവാണ്. അപ്പോൾ അതേ അച്ഛ നിധിയുടെ കൈ പിടിച്ചിട്ട് കമ്പിത്തിരി കത്തിക്കുകയാണ്. നിധി തന്നെ കത്തിക്കും, എന്നാലും നമുക്കൊരു പേടിയുള്ളത് കൊണ്ട്, എപ്പോഴും ഇവരുടെ സ്വഭാവം മാറാമെന്നറിയാത്തത് കൊണ്ടും അച്ഛ കൈ പിടിച്ച് കത്തിക്കുകയാണ്. അത് സ്വത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കമ്പിത്തിരി കത്തിക്കാൻ. ഇപ്പോൾ അതേ മൂളി കത്തിക്കാൻ പോവാണ്. സ്വത്തിൻ്റെ കയ്യിൽ ഇതേ കമ്പിത്തിരി കൊടുത്തു അച്ഛ. സ്വത്ത് തന്നെയാണ് കത്തിക്കണം കേട്ടോ. നിധി ഇതൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ, നോക്കി നിൽക്കാൻ നിധി. അതേ മൂളി കത്തിച്ചു. രണ്ടാളിത് നീങ്ങി നിൽക്കുന്നുണ്ട്. ചെരുപ്പിടാൻ പറഞ്ഞിട്ട് ചെരുപ്പിട്ടിട്ടില്ല. കാല് കൊള്ളുമെന്നൊരു പേടിയുണ്ട്. ഭാഗ്യത്തിന് പൊള്ളിയൊന്നുമില്ല. ഇതേ ഓടി വരുന്ന സ്വത്ത്. ഇപ്പോൾ പൊള്ളിയാനെ ഭാഗ്യം, പൊള്ളിയില്ല. അതെ നിധിക്ക് കൊടുത്തു അങ്ങനെ കമ്പിത്തിരി മൂളി കത്തിക്കാനായിട്ട്. നിധി ഇതേ കത്തിക്കാൻ നോക്കുന്നുണ്ട്. രണ്ടാൾക്ക് നല്ല ധൈര്യമുണ്ട്, എന്തായാലും ധൈര്യമുള്ള പിള്ളേരാണ്, പേടിയൊന്നുമില്ല. അങ്ങനെ അതേ നിധിയും കത്തിച്ചു. ഇതേ നീങ്ങി നിന്നു. അതേ മൂളി കത്തി. അങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ചമയത്തിൻ്റെ വണ്ടി വന്നത്. നാളെ നമുക്ക് വിഷു മാത്രമല്ല, വിഷു പൂരം കൂടിയാണ് കേട്ടോ നമ്മുടെ അവിടെ. അപ്പോൾ നമ്മുടെ വീട്ടിലാണ് ചമയങ്ങളൊക്കെ ഇറക്കണത്. അപ്പോൾ അത് ഓരോ ചമയമായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പച്ചക്കുട വേണമെന്നൊരു സംശയത്തിൽ നിൽക്കുകയാണ്. ഞങ്ങളൊക്കെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളൊക്കെ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചമയം ഇറക്കണതും ഇതൊക്കെ. അങ്ങനെ ചമയത്തിൽ മെയിൻ ആയ കോലം ഇറക്കുകയാണ്. അപ്പോൾ എവിടെ വെക്കേണ്ടതെന്ന് ഇട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കോലം ഇറക്കാണ്. സ്വത്ത് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരൊന്നും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഇതൊന്നും. അപ്പോൾ അതൊക്കെ കാണാണ്. അവസാനം ചോപ്പക്കോട തന്നെ മതിയെന്ന് തീരുമാനമായി. ഇതെന്താണെന്ന് വെച്ചാൽ നാളെ പൂരത്തിന് എറിയുള്ള പേപ്പർ കട്ടിങ്സാണ്. കവർ പിടിച്ച് കൊടുക്കണത് ആരാന്ന് വിചാരിച്ച് സ്വത്താണ് കവർ പിടിച്ച് കൊടുക്കണത് കേട്ടോ. വലിയ ആളെ പോലെ കവർ പിടിച്ച് കൊടുക്കുക ആശ. ഇനി വലുതാവുമ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത് അവനല്ലേ, ചെയ്ത് പഠിക്കട്ടെ. അങ്ങനെ ആ കവറൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരു മൂളിയും കൂടിയും കത്തിച്ച് ഞങ്ങൾ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. നാളെ ചേട്ടന്മാർ വന്നിട്ട് ബാക്കിയൊക്കെ കത്തിക്കുക എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അവസാനിപ്പിക്കും.